ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫണ്ണോളജി. അപ്പോൾ നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത് സബ്നോട്ടിക്ക എന്ന് പറയുന്ന ഒരു PC ഗെയിമാണ്. ഇത് കടലിൻ്റെ അടിയിലാണ് കളി. നമ്മളപ്പോൾ ഒരു സ്പേസ്ഷിപ്പ് പൊട്ടി വീണതാണ് വെള്ളത്തിൻ്റെ അടുക്കേക്ക്. ബാക്കി നമുക്ക് കളി ചെന്നിട്ട് കാണാം. അപ്പം നമ്മൾ വെള്ളത്തിൽ ചാടിയിട്ടുണ്ട്. ഇനി ഈ വെള്ളത്തിൽ എന്തൊക്കെ ഉണ്ടാവും അറിഞ്ഞൂടാ. അപ്പം നമ്മൾ എന്തായാലും മാസാട്ടി പോവുകയാണ്. ഇനി നമ്മ ആസാണ്ടിരുന്ന ഗൈസ് അങ്ങനെ നമ്മ എല്ലാം കഴിഞ്ഞ് ഒന്നുകൂടെ മുന്നോട്ട് പോണേന് നമ്മ എത്താറായി. പക്ഷേ റേഡിയേഷൻ വന്ന് ഗൈസ്, റേഡിയേഷനൊക്കെ അടിച്ച് മിക്കവാറും നിങ്ങൾക്ക് നമ്മുടെ ഹെൽത്തിൽ നിന്നൊക്കെ മനസ്സിലാവും ഹെൽത്തിന് ഡാമേജ് ചെയ്യുന്നുണ്ട്. ഇത് ആസാവതിരുന്നാൽ മതി. ലവിയെത്താൻ വരുമെന്ന പേടി. എങ്ങോട്ട് ഇത് ഗൈസ് ലെവിയെത്താൻ വരുമെന്നൊരു പേടിയുണ്ട്. കാരണം ഇതിനകത്ത് റീപ്പർ ലെവിയെത്താൻ എന്ന് പറഞ്ഞൊരു സാധനം വരുമെന്ന് പറയണം. നമുക്ക് നൈസായിട്ട് അതിനേക്കാൾ മുമ്പ് അവനെ റോപ്പി കെട്ടി തൂക്കും. നമ്മ റീപ്പറായ റോപ്പി കെട്ടി തൂക്കും. നമുക്ക് അതിനേക്കാളും മുമ്പ് നൈസായിട്ട് ആ കരയിലേക്ക് എത്താൻ നോക്കാം. അതാണ് നമ്മുടെ മെയിൻ ഉദ്ദേശം. ഇല്ലെങ്കിൽ ആ സാധനം വന്നു കഴിഞ്ഞാൽ നമ്മൾ തീരുന്നു. റേഡിയേഷൻ അടിച്ചാലും തീർന്നിട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ പതുക്കെ പോകണേണ്. ഗൈസ് അവിടെ ആരോ തീയൊക്കെ എത്തിക്കുന്നുണ്ട്. നമുക്ക് അവിടെ എന്താ പരിപാടി നോക്കാം. അതേ വഴിയുള്ളൂ. അതിനാണെങ്കിൽ ഈ വെള്ളത്തിൽ മുങ്ങി നമ്മ ഒറ്റക്ക് വഴി കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളപ്പോൾ കയറിയിട്ടുണ്ട്. ഷിപ്പിൻ്റെ അടുത്ത് എന്തോ സാധനം ഷിപ്പാകെ തല്ലി തെരണ്ടിയാണ്, ഫ്രൈ അടിക്കായിരുന്നു. തെരണ്ടിയൊക്കെ ഉണ്ട്, ഫ്രൈ ഒക്കെ പരിപാടി. ഡാമേജ് ഫിറോസിക്ക കാണണ്ട. നമുക്ക് വേഗം തെരണ്ടീനെ ഓടിച്ചിടാ. അങ്ങനെ നമ്മൾ റീസ്പോൺ ആയിട്ടുണ്ട്. നേരത്തെ നമ്മ പെട്ടിയായി, അതാണ് കിളിയൊക്കെ കരഞ്ഞത്. പക്ഷെ ഇപ്രാവശ്യം നമ്മൾ വിട്ടുകൊടുക്കൂല. നമ്മ ഒറ്റ മൈൻഡിൽ അങ്ങോട്ട് കയറി ചെന്ന് ഇറങ്ങാൻ പോണേന്. എല്ലാത്തിനും ഡാമേജ് വരും. ഏത് വഴി ചെല്ലണമെന്നൊരു ഐഡിയ ഇല്ല. നമുക്ക് ഏതെങ്കിലും വഴി ഇറങ്ങാതെ വരെ വഴിയുമില്ല. നമ്മളത് തീർക്കോന്ന് അറിയാൻ പാടില്ല ഗൈസ്. അപ്പൊ എന്തൊക്കെ നമുക്ക് ചാടിയിട്ട് കാണാം. അപ്പൊ നേരെ നമുക്ക് ചാടാ, വെള്ളത്തിലേക്ക് ഇറങ്ങാം. നമ്മ വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. ഈ ഇത്രക്ക് സുന്ദരമാണെങ്കിൽ വെള്ളത്തിന്റെ അടിയിലിരിക്കുന്ന സാധനങ്ങൾ ഭയങ്കര ഡേഞ്ചറസ് ആണ്. അപ്പൊ വെള്ളത്തിന്റെ അടിയിൽ മരുഭൂമിയിലിരിക്കണം, ഒരു രക്ഷയില്ല. മരുഭൂമിയിൽ പക്ഷെ ഒട്ടകമല്ല ഉണ്ടാകണം. മരുഭൂമി തെരണ്ടിയാണുള്ളത് ഗൈസ്. A few minutes later. മച്ചന്മാരങ്ങനെ നമ്മൾ നീന്തി ഷിപ്പിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. നമ്മത് വീണ്ടും റേഡിയേഷൻ ഡിറ്റക്റ്റഡ്. നമ്മുടെ വഴിയൊക്കെ പാളിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഡാമേജ് പറ്റിക്കൊണ്ടിരിക്കുകയാണ്. റേഡിയേഷൻ അപ്പുറത്ത് മറുവശത്ത് ലെവിയെത്താൻ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞൂടാ. ഗൈസ് നമ്മുടെ ഈ ക്യാരക്ടറിന്റെ പേരാണ് കീരിവാസു. ഇപ്പൊ കീരി നോക്കിയാണ് പോണേന്ന് ആണ് വിചാരം. കീരിവാസുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ഒരു ഐഡിയ ഇല്ല ഗൈസ്. നമ്മളിങ്ങനെ നീന്തിയ മണ്ണിൻ്റെ അടുത്തേക്ക് പോണേ ഐസ്. നമുക്ക് വേറെ തീൻ്റെ അടുത്ത് വന്നല്ലാണ്ട് വേറെ നിവർത്തിയില്ല. അവിടെ ആണെങ്കിൽ പൊട്ടിപ്പൊളഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ കയറി ചെല്ലാനാണ് നമ്മുടെ മെയിൻ ഉദ്ദേശം. മാസു കാട്ടാൻ നോക്കിയിട്ട് ആസുവാണ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഗൈസ് അങ്ങനെ നമ്മൾ തീൻ്റെ അടുത്തേക്ക് എത്താറുണ്ട്. എനിക്ക് വന്നാൽ അവിടെ ഇരുന്ന് ജഗതി ശാന്തി പണിയാണെന്നാണ് തീയുടെ കുമ്പിടി. നമുക്കൊന്ന് അങ്ങാടേക്ക് തന്നെ വിടാം, കുമ്പിടിയുടെ അടുത്തേക്ക് വിടാം. നമ്മളപ്പോൾ അടുത്തെത്തിയപ്പോഴത്തേക്കും റേഡിയേഷൻ അടിച്ച് ഡാമേജ് പറ്റി നമ്മുടെ ലൈഫ് ഇപ്പോൾ 75% മുകളിൽ തീർന്നിട്ടുണ്ട്. തീൻ്റെ അടുത്തെങ്കിലും എത്തുമെന്നൊരു ഐഡിയ ഇല്ല. ഡാമേജ് ആണ്. ഒന്നില്ലെങ്കിൽ കത്തിച്ചാവും, ഇല്ലെങ്കിൽ ഈ റേഡിയേഷൻ അടിച്ചാവും. ഹൈ ഡാമേജ് ഗൈസ്. നമുക്കിനി തിരിഞ്ഞ് ഒന്നും കൂടി വരാം. അങ്ങനെ നമ്മൾ ഒന്നും കൂടെ സ്റ്റെപ്പ് കയറാൻ തീരുമാനിച്ചു. മൂന്നാമത്തെ പ്രാവശ്യമാണ് വന്നത്. പറക്കണ തരണ്ടി. ഇവിടെ എന്തൊക്കെ ജീവിയുണ്ട്. ഇനി ഇയാൾക്ക് എന്തുണ്ടാവോ? ഒന്നുമില്ല പ്രത്യേകിച്ച് ബുദ്ധിയില്ല. അതാണ് ഇതിലെ വലിയ ഹൈലൈറ്റ്. കളിക്കണം നമ്മക്കൂല്ല. നമ്മപ്പോ വെള്ളത്തിൽ പിന്നെയും ഗൈസ് അങ്ങനെ ഒരു മരണമാസ് 2 പ്രാവശ്യത്തെ തോറ്റുപോയ സർവൈവലിന് ശേഷം നമ്മൾ ഒരു പ്രാവശ്യം കൂടെ നീന്തി വേറെ വഴി പിടിക്കാൻ നോക്കണം ഗൈസ്. ബാക്ക് വഴി പിടിക്കാൻ നമുക്ക് ഈ വഴി നൈസായിട്ട് ബാക്ക് വഴി ചെന്ന് പിടിക്കാൻ നോക്കാം. അവിടെ മറ്റവിടെ എന്തായാലും ചാവുമെന്നറിയാം റേഡിയേഷൻ അടിച്ച്. ഗൈസ് നമ്മങ്ങനെ നീന്തി പയ്യെ ബാക്ക് വഴി പിടിക്കാണ്. ഈ ഷിപ്പാണെങ്കിൽ എന്തോ മിസൈൽ വന്ന് ഇറക്കണ പോലെ ഇറക്കണം. 1 ഡാമേജ് ആണ് ഗൈസ്. 1 ഡാമേജ് ആകെ ഡാമേജ് അടിച്ചിടക്കാണ്. ഇവിടെ ഇനി എന്തൊക്കെ ഉണ്ടാവും അറിഞ്ഞൂടാ ഗൈസ്. നമുക്ക് നൈസായിട്ട് നേരെ ഇങ്ങനെ അവിടെ പിടിച്ചേറാൻ നോക്കാം. അവിടെ കമ്പി പോലത്തെ സ്ഥലമുണ്ട്, അങ്ങാടേക്ക് പിടിച്ചേറാൻ നോക്കാം. സബ്ബൊക്കെ അടിക്കുക, ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യാൻ മസ്റ്റാണ്. വായിൽ പഴം കയറ്റി പോലെ ഇരിക്കരുത്. അങ്ങനെ പറഞ്ഞ പോലെ നമ്മൾ നീന്തി എത്താറായിട്ടുണ്ട്.
അപ്പോഴും റേഡിയേഷൻ ഡിറ്റക്റ്റഡ് വീണ്ടും അടിച്ച് ഇതൊരു രക്ഷയില്ല ഗൈസ്. ഉണ്ടാവുന്ന പറഞ്ഞാൽ ഇത് കത്തി തകർന്നിട്ടുണ്ട് ഗൈസ്. ഗൈസ് ഈ വെള്ളം നീന്തി ആ കരയിലേക്ക് എത്തണമെന്ന് ആഗ്രഹമുള്ളൂ. ഇവിടെ ഒന്ന് കാണാനും പറ്റില്ല ഗൈസ്. നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞൂടാ ഗൈസ്. പുറകിൽ ലെവിയത്താനും ഫ്രണ്ടിൽ ഈ റേഡിയേഷനും ഒരു പൊട്ടിപ്പൊളിഞ്ഞ ഷിപ്പും പിന്നെ തലയിൽ ചെളിക്കാട്ടെ. അതെ, കളിക്കണം നമ്മുടെ തലയിലും കളിമണ്ണ്. അങ്ങനെ നമ്മ അവിടെ എത്താറായി. ഇയാളിപ്പം തന്നെ കണ്ണൊക്കെ മയങ്ങി തലയൊക്കെ കറങ്ങിക്കാണ്. ഇതിനും ബുദ്ധി അതായിരിക്കും ഗൈസ്. ഇത് കളിക്കാൻ മിനിമം ബുദ്ധി വേണമെന്നുണ്ടോ? മിനിമം ബുദ്ധി അത്യാവശ്യം. അല്ലെങ്കിൽ ഗൈസ് ഈ കളീനെ പറ്റി നിങ്ങൾക്ക് വല്ലതും അറിയുമോയെന്ന് കമൻറ്റിൽ പറയാം. കാരണം കളിയുടെ ഞങ്ങളിത് പുതിയതായിട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഇപ്പോൾ കളിച്ച് വന്നേ ഉള്ളൂ. ഗൈസ് എന്തായാലും പറഞ്ഞ പോലെ നമ്മൾ ഷിപ്പിൻ്റെ അറ്റത്തേക്കെങ്കിലും എത്തിയിട്ടുണ്ട്. പക്ഷെ ലൈഫൊന്നുമില്ല ഗൈസ്. ഇപ്പോഴും റേഡിയേഷൻ അടിച്ചിരിക്കുകയാണ്. നമ്മ എന്തായാലും ചത്തുന്നു ഗൈസ്. ഗൈസ് എന്തായാലും ചത്തിട്ടുണ്ട് ഗൈസ്. നമുക്ക് ഇനിയൊരു വഴിയില്ല. ആള് പെട്ടിയായി ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. കാര്യം നമുക്ക് ക്ലിയർ ആയിട്ടൊന്നും കളിച്ചില്ല. കാരണം നമുക്ക് ഈ ഗെയിമിനെ പറ്റി വലിയ ധാരണയില്ല. നമ്മൾ PC ഗെയിം ആദ്യമായിട്ടായിരുന്നു ഇതിനകത്ത് ഇടണത്. അപ്പോൾ അടുത്ത കളിയിൽ വരാം. നിങ്ങൾ ഗെയിം എന്തെങ്കിലും PC ഗെയിമോ മൊബൈൽ ഗെയിം എന്തെങ്കിലും പുതിയതായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സജസ്റ്റ് ചെയ്യുക. അതൊന്നും മറക്കരുത്. അപ്പോൾ ലൈക്കും ഷെയർ സബ്ബൊക്കെ അടിക്കുക. അപ്പോൾ ബൈ.